മലപ്പുറം തിരൂർ പുഴയിൽ ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തിയതിൽ പ്രതി പിടിയിൽ. കൊല്ലപ്പെട്ട പടിഞ്ഞാറേക്കര സ്വദേശി ഫൗസിയുടെ ഭർത്താവ് ഹുസൈനാണ് പിടിയിലായത്. ഹുസൈൻ ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടെ തിരൂർ ഹുക്കയിൽ വെച്ചാണ് പിടികൂടിയത്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. സോണൽ, ഈ മൃതദേഹം കണ്ടെത്തിയതിൽ ഇപ്പോൾ പ്രതി പിടിയിലായിരിക്കുകയാണ്. ഇയാളിൽ നിന്ന് പോലീസിന് കിട്ടിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? മധു, അല്പസമയം മുമ്പാണ് ഈ പ്രതിയായിട്ടുള്ള ഫൗസിയുടെ ഭർത്താവ് ഹുസൈനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. അതായത് തിരൂരിൽ നിന്ന് പരപ്പനങ്ങാടിലേക്ക് പോകുന്ന വഴി പൂക്കയിൽ വെച്ചിട്ടാണ് ഇയാളെ ബസ്സിൽ നിന്ന് പോലീസ് പിടികൂടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഭാര്യയെയും ഭർത്താവിനെയും വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. അതിനുശേഷം ബന്ധുക്കൾ പരാതി കൊടുത്തിരുന്നു, കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇന്നലെ ഏകദേശം ഉച്ചയോട് കൂടിയിട്ട് യുവതിയെ ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തിയ സ്ഥിതിയിൽ കണ്ടെത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ വെള്ളക്കാർ ആങ്കർ പൊന്തിക്കുന്ന സമയത്ത്, അതായത് വെള്ളം നിർത്തിയിടാൻ മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടുകൾ നിർത്തിയിടാൻ ഉപയോഗിക്കുന്ന ആങ്കർ പൊന്തിക്കുന്ന സമയത്ത് അതിൽ ചാക്ക് ഉൾപ്പെടെ പൊന്തി വരുന്ന സ്ഥിതി. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് മരിച്ചത് ഈ പൊന്നാനി ഭാഗത്ത്, അതായത് പടിഞ്ഞാറക്കര ഭാഗത്ത് നിന്ന് കാണാതായിട്ടുള്ള യുവതിയാണ്, ഫൗസിയാണ് ഈ ചാക്കിൽ കെട്ടിയ നിലയിൽ അവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് എന്ന് പോലീസിന് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് ഈ ഭർത്താവിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. പക്ഷേ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് ഇയാൾ കണ്ണൂർ ഭാഗത്തേക്ക് ട്രെയിനിൽ പോയി എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം ഇന്ന് തിരൂരെത്തി, തിരൂരിൽ നിന്ന് പരപ്പനങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന ബസ്സിൽ കയറി പൂക്കയിലെ വെച്ചിട്ടാണ് ഇയാളെ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പോലീസിനെ വിവരം അറിയിക്കുന്നു. പോലീസ് സംഘം എത്തി, തിരൂർ SHOയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ നിർദ്ദേശപ്രകാരമുള്ള സംഘം എത്തിക്കൊണ്ട് പൂക്കയിൽ വെച്ച് ബസ്സിൽ വെച്ച് ഈ പ്രതിയെ പിടികൂടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഹസ്ബൻഡ് തന്നെയാണ്, ഹുസൈൻ തന്നെയാണ് പ്രതി എന്നുള്ള നിഗമനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൻ്റെയൊക്കെ ആവശ്യകത ഏറെയാണ്. കാരണം ഈ ഫൗസിയുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കിയ ഒരു പാട് കൂടി ഉണ്ട് എന്നുള്ളത് ഇന്നലെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോലീസിന് വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു സ്ഥിരീകരണം വരേണ്ടതുണ്ട്. ഒരു പക്ഷേ കയറോ മറ്റോ ഉപയോഗിച്ച് കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയതിനു ശേഷം ഈ ചാക്കിൽ കെട്ടിക്കൊണ്ട് തിരൂർ പുഴയിൽ താഴ്ത്തിയതാകാം എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. എന്തായാലും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ എങ്ങനെയാണ് കൊല നടത്തിയത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ. മാധു, സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്. ഹുസൈൻ പിടിയിലായിരിക്കുന്നു. ചാക്കിൽ കിട്ടിയ നിലയിലാണ് മൃതദേഹം പുഴയിൽ നിന്ന് കണ്ടെടുത്തത്. ബസ്സിൽ യാത്ര ചെയ്തതിനിടയിൽ ഹുസൈൻ പിടികൂടുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സോണൽ കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.